ആ ആപ്പിൾ കൃഷിക്കാരൻ പ്രസിദ്ധനായിരുന്നത് അദ്ദേഹം പരിപാലിച്ച് കൃഷി ചെയ്തുണ്ടാക്കുന്ന ആപ്പിളുകളുടെ സ്വാദ് കൊണ്ടും ഗുണം കൊണ്ടുമായിരുന്നു. ആപ്പിൾ മരത്തിൽ നിൽക്കുന്ന തുടുത്ത ആപ്പിളുകളെ നോക്കി അയാൾ അഭിമാനം കൊള്ളാറുമുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ആപ്പിൾ തോട്ടത്തിലൂടെ നടന്നു വരവേ നല്ല ആപ്പിളുകൾക്കിടയിൽ ഒരു ചീഞ്ഞ ആപ്പിൾ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതെങ്ങനെയെങ്കിലും അവിടെ നിന്നും പൊട്ടിച്ചൊഴിവാക്കണം എന്നതായി ചിന്ത. വലിയൊരു കമ്പെടുത്തുകൊണ്ട് വന്ന് അതിനെ കുത്തിപ്പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ ലക്ഷ്യം കാണാതെ മറ്റുള്ള നല്ല ആപ്പിളുകൾ താഴേക്ക് പതിക്കാൻ തുടങ്ങി. അതിനുശേഷം അദ്ദേഹം കുറേ കല്ലെടുത്തുകൊണ്ട് വന്ന് ഈ ചീഞ്ഞ ആപ്പിളിനെ ലക്ഷ്യമാക്കി എറിയാൻ തുടങ്ങി. അതും ലക്ഷ്യം കാണാതെ മറ്റുള്ള നല്ല ആപ്പിളുകളിൽ കൊണ്ട് അതെല്ലാം താഴേക്ക് പതിക്കാൻ തുടങ്ങി. ചുരുക്കത്തിൽ ഈ ചീഞ്ഞ ആപ്പിൾ അയാളുടെ ഒരു തലവേദനയായി മാറി. അവസാനം നിരാശ മൂത്ത് ഈ ആപ്പിൾ മരത്തെ തന്നെ മുറിച്ചു മാറ്റിയാലോ എന്നായി ചിന്ത. അങ്ങനെ ഒരു ആയുധവുമായി ആപ്പിൾ മരച്ചുവട്ടിൽ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വിവേകം പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഒരു ചീഞ്ഞ ആപ്പിളിനു വേണ്ടി എത്രയോ നല്ല ആപ്പിളുകളെയാണ് ഞാൻ നശിപ്പിച്ചത്. ഇനി എത്രയോ നല്ല ആപ്പിളുകളെ ഉണ്ടാക്കേണ്ട ഈ മരത്തെയാണ് ഞാൻ നശിപ്പിക്കാൻ തുടങ്ങുന്നത്. നമ്മളും പലപ്പോഴും ഇതുപോലെയാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നോ ചുറ്റുമുള്ളവരിൽ നിന്നോ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എത്രയോ നല്ല കാര്യങ്ങളെയാണ് നാം നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് നല്ലതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, പ്രശ്നങ്ങളിൽ മാത്രം ചുറ്റിപ്പറ്റി മുന്നോട്ട് പോകാതിരിക്കുക. നന്ദി.